പേര് വെളിപ്പെടുത്തിയാൽ ഹൂ കേസ് എന്നാണ് നടി പറഞ്ഞിരിക്കുന്നത്. പക്ഷേ രാഷ്ട്രീയ നേതാവിനെയോ പ്രസ്ഥാനത്തെ അപമാനിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ രാഷ്ട്രീയ സ്ഥാനത്തിരിക്കുന്നവർ ഇത്തരത്തിൽ പെരുമാറിയാൽ ഇത് എങ്ങനെയാണ് സമൂഹത്തെ ബാധിക്കുക? അത്തരത്തിൽ പരാതികൾ ഉണ്ടെങ്കിൽ സ്ത്രീകൾ മുന്നോട്ട് വരണം എന്നൊരു നിലപാടിൽ തന്നെ ഉറച്ചു നിന്നുകൊണ്ടാണ് നടി ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. സമാനമായ ആരോപണങ്ങൾ, സമാനമായ വാർത്തകൾ സമീപകാലത്തൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ പോലും ഇയാൾക്കെതിരെ ഒരു നടപടിയും പാർട്ടിയോ ബന്ധപ്പെട്ട നേതാക്കളോ സ്വീകരിച്ചിട്ടില്ല. അതുപോലെ തന്നെ വളരെ ഈസിയായി തന്നെ ഈ കാര്യത്തെ ഹാൻഡിൽ ചെയ്ത ആ യുവ നേതാവ് മുന്നോട്ട് പോകുന്നു എന്നുള്ള തരത്തിലാണ്, ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ വെളിപ്പെടുത്തൽ ഉണ്ടാകുന്നത്. അത്തരത്തിൽ നടപടി ഉണ്ടാകണം എന്നുള്ളത് തന്നെ ആണ് യുവനടി ഉറച്ചു നിൽക്കുന്നതും. പരാതി പറഞ്ഞാൽ പോയി പറയൂ എന്നതാണ് യുവനേതാവ് നൽകിയ മറുപടി. ബന്ധപ്പെട്ട നേതാക്കൾ, അത്തരത്തിലുള്ള നേതാക്കൾ, രാഷ്ട്രീയ സ്ത്രീപീഡനവുമായി ബന്ധപ്പെട്ട അങ്ങനെ കേസുകളിൽപ്പെട്ട നേതാക്കൾ എന്തു ചെയ്തു, ആ നേതാക്കളുടെ അവസ്ഥയൊക്കെ എന്തായി എന്ന് ചോദിക്കുമ്പോഴും വളരെ നിസ്സാരവൽക്കരിച്ച് കാണുന്ന ഒരു മറുപടിയാണ് ഈ യുവ രാഷ്ട്രീയ നേതാവിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അതുതന്നെയാണ് ഇപ്പോൾ പ്രതികരിക്കണം എന്നൊരു തോന്നലിലേക്കും ഈ യുവനടിയെ കൊണ്ട് എത്തിച്ചിരിക്കുന്നത്. വലിയ ഗുരുതരമായ ആരോപണം, വെളിപ്പെടുത്തലാണ് ഇപ്പോൾ നടി തുറന്ന് പറഞ്ഞിരിക്കുന്നത്. പലതവണ മെസ്സേജ് അയച്ചു, അശ്ലീല മെസ്സേജുകൾ അയച്ചു. അതിനെയൊക്കെ പ്രതിരോധിക്കാൻ ശ്രമിക്കുമ്പോഴും വീണ്ടും മെസ്സേജുകൾ അയച്ചു എന്ന തരത്തിലുള്ള ഒരു സൗഹൃദം മാത്രമാണ് ഉണ്ടായിരുന്നത്. അതിനപ്പുറത്തേക്ക് മെസ്സേജുകൾ അയച്ചു തുടങ്ങി എന്നുള്ളൊരു വെളിപ്പെടുത്തലാണ് ഇപ്പോൾ യുവ രാഷ്ട്രീയ നേതാവിനെതിരെ ഉന്നയിച്ചിരിക്കുന്നത്. പലതവണ ഈ ബന്ധപ്പെട്ട ആ പ്രസ്ഥാനത്തോടും പ്രസ്ഥാനത്തിലെ നേതാക്കളോടും പറഞ്ഞിട്ടുണ്ട്. സമാനമായ രീതിയിൽ ആ പ്രസ്ഥാനത്തിലുള്ള സ്ത്രീകളോടും മോശമായി പെരുമാറിയിട്ടുണ്ട്. പലരും ഇങ്ങനെ പരാതികൾ ഉന്നയിച്ച് കേട്ടിട്ടുണ്ട്. ഇപ്പോഴെങ്കിലും ഇത് പ്രതികരിക്കണം എന്നുള്ളൊരു നിലപാടിലെത്തിയ സാഹചര്യത്തിലാണ് ഇപ്പോൾ അയാൾക്കെതിരെ ഇപ്പോൾ യുവനടിയുടെ വെളിപ്പെടുത്തൽ ഉണ്ടായിരിക്കുന്നത്. പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല എന്നുകൂടി കൂട്ടിച്ചേർക്കുകയാണ്. പ്രസ്ഥാനത്തെയോ ബന്ധപ്പെട്ട നേതാവിനെയോ അപമാനിക്കാനുള്ള ശ്രമത്തിലേക്ക് കടക്കുന്നില്ല. പക്ഷേ പ്രതികരിക്കണം, ഇതിനെതിരെ നിയമ നടപടി അല്ലെങ്കിൽ എന്ത് നടപടി രാഷ്ട്രീയ നേതാക്കൾ കൈക്കൊള്ളും എന്നതുൾപ്പെടെ ഇപ്പോൾ യുവനടി ചോദിക്കുന്നുണ്ട്. വലിയ രീതിയിലുള്ള ഗുരുതരമായ വെളിപ്പെടുത്തലാണ് ഇപ്പോൾ യുവനടി പേര് പറയാതെ യുവ രാഷ്ട്രീയ നേതാവിനെതിരെ ഉന്നയിച്ചിരിക്കുന്നത്. ഇപ്പോൾ കെ സജീഷ് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. സജീഷ്, ഗുരുതരമായ വെളിപ്പെടുത്തലാണ്. ബന്ധപ്പെട്ട രാഷ്ട്രീയ നേതാക്കളോട് ഈ പരാതി പറഞ്ഞിട്ടും, അശ്ലീല സന്ദേശം അയച്ചു എന്നുള്ള തരത്തിലുള്ള പരാതി നൽകിയിട്ടും ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. ഇപ്പോഴും സജീവമായി തന്നെ അദ്ദേഹം നിസ്സാരമായി തന്നെ ഈ കാര്യങ്ങളെയൊക്കെ കണ്ടുകൊണ്ട് സജീവമായ രാഷ്ട്രീയത്തിൽ തുടരുന്നു എന്നാണ് വെളിപ്പെടുത്തൽ. തീർച്ചയായിട്ടും ആര്യ, ഗുരുതരമായ വെളിപ്പെടുത്തലാണ് ഇപ്പോൾ യുവ നടിയുടെ ഭാഗത്തുണ്ടായിരിക്കുന്നത്. സംസ്ഥാനത്തെ ജനപ്രതിനിധിയായ ഒരു യുവ നേതാവിൽ നിന്ന് തനിക്ക് ഈ രീതിയിലുള്ള ഒരു അനുഭവം ഉണ്ടായി എന്നാണ് ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഗുരുതരമായ വെളിപ്പെടുത്തലാണ്. നാളെ ഒരു പക്ഷേ വലിയ വിവാദമായി മാറാൻ പോകുന്ന ഒരു വെളിപ്പെടുത്തലാണ് ഇപ്പോൾ യുവനടിയുടെ ഭാഗത്തുണ്ടായിരിക്കുന്നത്. മാത്രമല്ല ആ പാർട്ടിയുടെ, അതായത് ഈ യുവ നേതാവ് ഉൾപ്പെട്ട പാർട്ടിയിലെ നേതൃത്വത്തോട് പറയേണ്ട സ്ഥലങ്ങളെല്ലാം പരാതി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിന് കൃത്യമായൊരു മറുപടി ലഭിച്ചിട്ടില്ല. ഇത് ഏത് നേതാവാണ് എന്ന് നിരന്തരം മാധ്യമപ്രവർത്തകർ ആവർത്തിച്ച് ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ആ നേതാവിൻ്റെ പേര് വെളിപ്പെടുത്താൻ ഇതുവരെയും ഈ യുവനടി തയ്യാറായിട്ടില്ല. പക്ഷേ ആർക്കെതിരെയാണ് എന്ന് പരോക്ഷമായ ചില സൂചനകൾ വെളിപ്പെടുത്തലുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെയും ഈ യുവ നേതാവിനെതിരെ ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട്. തനിക്ക് അശ്ലീല സന്ദേശമാണ് ഈ ജനപ്രതിനിധിയായ യുവ നേതാവ് അയച്ചത്. സോഷ്യൽ മീഡിയ വഴിയാണ് നേതാവിനെ പരിചയപ്പെട്ടതെന്നും ഇവർ പറയുന്നുണ്ട്. പിന്നീട് അശ്ലീല സന്ദേശം 3 വർഷം മുമ്പ് ആദ്യം മെസ്സേജ് അയച്ചു. അതിന് പിന്നാലെ താനുമായി അടുപ്പം വർദ്ധിപ്പിക്കുകയും അതിനുശേഷം അയാൾ നിരന്തരം അശ്ലീല സന്ദേശങ്ങൾ അയക്കുകയും ചെയ്തു. പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് റിനി ആൻ ജോർജ് എന്ന ഈ യുവനടി നിരന്തരം മാധ്യമപ്രവർത്തകരോട് പറയുന്നുണ്ട്. നേതൃത്വത്തോട് പറയുമെന്ന് ഈ യുവ നേതാവിനോട് താൻ മുന്നറിയിപ്പ് നൽകിയിട്ട് പോലും പോയി പറയൂ എന്നായിരുന്നു ആ നേതാവിൻ്റെ മറുപടി എന്നതാണ്. പരോക്ഷമായിട്ട് അല്ലെങ്കിൽ ഏത് നേതാവാണ് എന്ന് ചോദിച്ചപ്പോൾ ഹൂ കേസ് എന്ന് തന്നെയാണ് അയാളുടെ നിലപാടെന്നാണ്. അല്ലാതെ പേര് വെളിപ്പെടുത്താൻ തയ്യാറായിട്ടില്ല. നേരത്തെയും ഇത്തരം സമാന രീതിയിലുള്ള ആരോപണങ്ങൾ വന്നപ്പോൾ അതിനോട് അയാൾ പ്രതികരിച്ചത് ഹൂ കേസ് എന്നാണ്. അങ്ങനെ ആ രീതിയിൽ ഒരു പരോക്ഷമായ ഒരു സൂചന യുവനടി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഈ പരാതി താൻ നേതൃത്വത്തെ പലപ്പോഴായി അറിയിച്ചപ്പോഴും പുതിയ സ്ഥാനമാനങ്ങൾ അയാൾക്ക് ലഭിച്ചതല്ലാതെ മറ്റൊരു നടപടിയും നേതൃത്വം അയാൾക്കെതിരെ സ്വീകരിച്ചിട്ടില്ല. ഇയാൾ ഉൾപ്പെട്ട പ്രസ്ഥാനം ഇനിയെങ്കിലും ഉത്തരവാദിത്തം കാണിക്കണം എന്നും യുവനടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഏതായാലും വലിയ വിവാദമായി മാറിക്കഴിഞ്ഞ ഒരു വെളിപ്പെടുത്തലാണ് യുവനടിയുടെ ഭാഗത്ത് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. നാളെ ഈ യുവ നേതാവ് ആരാണ് എന്ന ചോദ്യം ഉയരും. സാമൂഹ്യ മാധ്യമങ്ങളെല്ലാം തന്നെ വലിയ തോതിൽ ഈ വെളിപ്പെടുത്തൽ വിവാദമായി വളരുകയും ചെയ്തിട്ടുണ്ട്.
സജീഷ, മറ്റൊരു കാര്യം, ഈ രാഷ്ട്രീയ നേതാവിന്റെ പേര് വെളിപ്പെടുത്തിയാൽ പോലും തനിക്ക് നീതി ലഭ്യമാകുമോ എന്നുള്ളൊരു കാര്യം കൂടി പറയുന്നുണ്ട്. പലതവണ കൃത്യമായി രാഷ്ട്രീയ നേതാക്കളെ കണ്ട കാര്യങ്ങൾ അവതരിപ്പിച്ചതാണ്, പക്ഷേ പരിഹാരമുണ്ടായിട്ടില്ല. ഇനിയിപ്പോൾ താൻ പേര് പറഞ്ഞാൽ പോലും എന്ത് നടപടിയാണ് ഉണ്ടാകാൻ പോകുക? ഇത്തരത്തിലുള്ളവർ ഈ രാഷ്ട്രീയ സ്ഥാനങ്ങളിൽ തുടരാൻ പാടുണ്ടോ എന്നുള്ളൊരു കാര്യം കൂടി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നിരവധി തവണ താൻ പരാതി പറഞ്ഞിട്ടുണ്ട് ആ നേതൃത്വത്തോട്. ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിലെ അംഗമാണോ അയാൾ, ആ നേതൃത്വത്തോട് താൻ നിരവധി തവണ പരാതി പറഞ്ഞിട്ടുണ്ട്. ഇയാളോടും താൻ ഈ പരാതി അറിയിക്കും, അല്ലെങ്കിൽ പരാതി താങ്കളുടെ രാഷ്ട്രീയ പ്രസ്ഥാനത്തോട് അറിയിക്കുമെന്ന് പറഞ്ഞപ്പോൾ പോയി പറയൂ എന്ന ധാർഷ്ട്യം നിറഞ്ഞ മറുപടിയാണ് ഉണ്ടായത്. അല്ലെങ്കിൽ ഹൂ കേഴ്സ് എന്ന ആറ്റിറ്റ്യൂഡാണ് അയാളുടെ ഭാഗത്തുണ്ടായിരിക്കുന്നത്. മാത്രമല്ല, ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ തനിക്ക് പരിചയമുള്ള, തനിക്ക് വളരെ അടുത്ത് പരിചയമുള്ള നിരവധി നേതാക്കളുണ്ട്. അവരോടെല്ലാം താൻ ഇത് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഒരു തരത്തിലുള്ള നടപടിയും ഉണ്ടായിട്ടില്ല. ഇനിയും ഇതുപോലെ ആണ് അവർ മുന്നോട്ട് പോകുന്നതെങ്കിൽ ബാക്കി ആലോചിക്കാമെന്ന മുന്നറിയിപ്പും ഈ യുവനടി നൽകിയിട്ടുണ്ട്. ജനപ്രതിനിധികളെ തെരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഒപ്പം തന്നെ പ്രസ്ഥാനത്തിനകത്തുള്ളവരും ഇയാളിൽ നിന്ന് നിരവധി പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്.